ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കൈപ്പങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 2 കൈപ്പങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കൈപ്പങ്ങയും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം ഞാൻ ഫ്രീസറിൽ വെക്കുക ചെയ്യണത്. കഴുകിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇത് കുറേ കാലം കേട് കൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നീളത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്ത്, നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൈപ്പങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പൊട്ടാറ്റോ ആണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം പൊട്ടാറ്റോ ഇതുപോലെ തന്നെ നീളത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൈപ്പങ്ങ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മുറിച്ച് എടുക്കുന്ന സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പൊട്ടാറ്റോയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് പൊട്ടാറ്റോ ആണ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പൊട്ടാറ്റോയിലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ രണ്ടും മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ പൊട്ടാറ്റോയിൽ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്താൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ നല്ലതാണ്, നല്ല ജീരകമൊക്കെ ശരീരത്തിലെത്തുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ കൈപ്പങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഞാൻ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈപ്പങ്ങ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കൈപ്പങ്ങയുടെ കയ്പ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൈപ്പങ്ങ അധികം വാങ്ങാൻ മടിക്കുന്നത് തന്നെ എല്ലാവരും ഈ കയ്പ്പുള്ളതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും കയ്പ്പ് അറിയില്ല കേട്ടോ. ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു പാനിലേക്ക് ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു കൈപ്പങ്ങയും ഒരു ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പകുതി സവോള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, വലുതാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് മതി, നമ്മളിതിൽ മുളക് പൊടിയൊക്കെ ഇടുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഈ സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് ആവി കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് താളി വരുമ്പോഴേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിലോട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സ്റ്റീം കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒരുപോലെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ ഒരേ അളവിലാണ് നമ്മൾ 2 രീതിയിൽ കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ തീ കൂട്ടി വെക്കുന്നതും കുറച്ച് വെക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മുളക് പൊടി കുറച്ച് കളറ് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഇപ്പോൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൈപ്പങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ തീയിൽ വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ടൊന്ന് കളറ് മാറി വരണം, ഒന്ന് നെരിഞ്ഞ പോലെ ആയിട്ട് വരണം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ വരണം. അപ്പോഴാണിത് ഭയങ്കര ടേസ്റ്റ്. അത് ശരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഇതിന് വേറെ ഒരു കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിക്കും. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കയ്പങ്ങയുടെ കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേണ്ടവർക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് മാത്രമല്ല നമുക്ക് ഈ കയ്പങ്ങയുടെ കയ്പൊന്നും ഒട്ടും അറിയില്ല കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു കയ്പങ്ങ ആണെന്നുള്ളതേ അറിയില്ല. അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് ക്രിസ്പി ആയിരിക്കില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ലാസ്റ്റ് ടൈമിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇതിന്. കയ്പങ്ങൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ ഇതേ രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ മാത്രമല്ല ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോയും കയ്പങ്ങയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ഇതിനി ഞാൻ മാറ്റി വെക്കുകയാണ് തീന്ന്. കാരണം ഈ ഒരു പാകത്തിലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്, ചിലതൊക്കെ നന്നായിട്ട് ഒന്ന് കളറ് മാറിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത്. അതുപോലെ നമ്മൾ വീഡിയോ ഇട്ടാൽ നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.